അടിയന്തരാവസ്ഥയുടെ 49ാം വാർഷികത്തിൽ അടിയന്തരാവസ്ഥ ദിനത്തെ ഓർമ്മപ്പെടുത്തി പാർലമെന്റിൽ NDA പ്രതിഷേധിച്ചു. പ്ലക്കാർഡ് ഉയർത്തിയാണ് NDA അംഗങ്ങൾ പ്രതിഷേധിച്ചത്. കൂടാതെ അടിയന്തരാവസ്ഥ ഭാരതത്തിലെ നിരവധി പൗരന്മാരുടെ ജീവിതം നശിപ്പിച്ചു. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലഘട്ടം കോൺഗ്രസ് സർക്കാരിൻ്റെ സ്വേച്ഛാധിപത്യമെന്നും സ്പീക്കർ ഓം ബിർള സഭയിൽ പറഞ്ഞു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആയിരുന്നുവല്ലോ ഇത്തരം ഒരു പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അതും മുൻകൂർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്പീക്കർ വളരെ പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഈ ദിനത്തെ ഈ അടിയന്തരാവസ്ഥയുടെ വാർഷിക ദിനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രമേയം തന്നെയല്ലേ സ്പീക്കർ സഭയിൽ അവതരിപ്പിച്ചത്? വിനോദ, അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് 49ാമത് വാർഷികമാണ് കടന്നു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി BJP പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും പ്രധാനമായി നടത്തിയ പ്രചരണം എന്നത് ഭരണഘടന തിരുത്താൻ BJP ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജനാധിപത്യം രാജ്യത്ത് അപകടത്തിലാണ് തുടങ്ങിയ പ്രചരണമാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും നടത്തിയത്. പക്ഷെ BJP ഈ അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ രാജ്യത്ത് ഒരിക്കൽ മാത്രമാണ് ജനാധിപത്യം തകർന്നിട്ടുള്ളത്. അത് 75 മുതൽ 77 വരെയുള്ള 21 മാസക്കാലം ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ കാലത്താണ്. അതിനാൽ ഒരിക്കൽ മാത്രം ജനാധിപത്യം ഭാരതത്തിൽ തകർക്കപ്പെട്ടു. അത് കോൺഗ്രസ് ഭരണത്തിലാണ്. ഒരിക്കൽ കൂടി കോൺഗ്രസ് അധികാരത്തിൽ വന്നാലാണ് അടിയന്തരാവസ്ഥ രാജ്യത്ത് രൂപപ്പെടുക എന്ന ആശയമാണ് BJP രാജ്യവ്യാപകമായി പ്രചരണമായി നടത്തുന്നത്. എന്തായാലും പാർലമെന്റിൽ ഇന്നിപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം BJP ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു. അങ്ങനെയാണ് പാർലമെന്റിനകത്തും പുറത്തും ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ പഴയ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം NDA നടത്തിയത്. പാർലമെന്റിന് പുറത്തും NDA അംഗങ്ങൾ പ്ലക്കാർഡും മറ്റും ഉയർത്തി ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ മുദ്രാവാക്യം വിളിച്ച് രംഗത്തെത്തി. ഇത് കൂടാതെയാണ് പാർലമെന്റിനകത്തും ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. തീർച്ചയായും അടിയന്തരാവസ്ഥയുടെ 49ാം വാർഷിക ദിനത്തിലാണ്, വാർഷികവുമായി ബന്ധപ്പെട്ടാണ് പാർലമെന്റിനുള്ളിൽ സ്പീക്കർ തന്നെ നേരിട്ട് ഈ അടിയന്തരാവസ്ഥയുടെ അതിന് വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ പാർലമെന്റിൽ നടത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.